ഹലോ മീഡിയ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റൈറ്റർ എന്ന് പറയുന്നത് തോമസ് ഗ്രേ എന്ന് പറയുന്ന റൈറ്ററാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, ഒരു ലെറ്റർ റൈറ്റർ ആയിരുന്നു, ഒരു ക്ലാസിക്കൽ സ്കോളർ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു നമ്മുടെ തോമസ് ഗ്രേ എന്ന് പറയുന്ന റൈറ്റർ. അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്ലാസിക്കൽ സ്കോളർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ശരിക്കും ഫേമസ് ആക്കിയ ഒറ്റ ഒരു വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന ഒറ്റ ഒരു വർക്ക് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പബ്ലിഷ് ചെയ്തത് 1751 എന്ന് പറയുന്നു. അദ്ദേഹം ജനിച്ചത് 1716 കോൺഹില്ല്, ലണ്ടനിൽ, ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. മരിച്ചത് 1771 അന്ന് അദ്ദേഹത്തിന് 54 ഇയേഴ്സ് ആയിരുന്നു പ്രായം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്, അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നതും. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വർക്ക്സ് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരൊറ്റ വർക്ക് എൽജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന വർക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതൊരു ഫിലോസഫിക്കൽ വർക്കാണ്. കാരണം എത്രമാത്രം ഫിലോസഫിക്കലായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം ഹ്യൂമൻ ഇമോഷൻസിനെ എത്രമാത്രം നന്നായിട്ട് അദ്ദേഹം ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ പോയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ആ ഒരൊറ്റ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. വി ക്യാൻ സേ ദാറ്റ് ദ പോയം ഇസ് ഫിലോസഫിക്കൽ അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ എന്നുള്ളതാണ്. ഫിലോസഫിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അതെ, അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഈ ഒരൊറ്റ വർക്ക് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും എങ്ങനെയുള്ള ഒരു റൈറ്ററാണ് അദ്ദേഹം എന്നുള്ളത്. ശരിക്കും അദ്ദേഹം 1742 സീരിയസ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, റിച്ചാർഡ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ശരിക്കും ഇദ്ദേഹം ഒരു സീരിയസ് റൈറ്റിംഗിലേക്ക്, പ്രത്യേകിച്ച് പോയട്രി റൈറ്റിംഗിലേക്ക് കടക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു മരണത്തിന് ശേഷം അദ്ദേഹം എന്നൊരു വർക്ക് എന്ന് പറയുന്നത് സോണറ്റ് ഓൺ ദ ഡെത്ത് ഓഫ് റിച്ചാർഡ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വർക്ക്സിലൊക്കെ ഈ പറഞ്ഞ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ടോൺ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി വർക്ക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാ മെയിൻ വർക്ക്സിന്റെ പേരൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പോംസ് ഏതൊക്കെയാണെന്നുള്ളത്. ഈ പറഞ്ഞ എലിജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എലിജി ഫോർ ദ കോമൺ മാൻ എന്നറിയപ്പെടുന്ന ഒരു എലിജിയാണ്. എലിജി യൂഷ്വലി നമുക്കറിയാം, ഒരാളുടെ മരണത്തിന് ശേഷം അതിനെ വിലപിച്ചുകൊണ്ട് എഴുതുന്ന ഒരു വിലാപകാവ്യമാണ് എലിജി എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാവ്യമാണ് എലിജി എന്ന് പറയുന്നത്. ഇത് കോമൺ മാനിനെ കുറിച്ച്, ആരും അധികം സംസാരിക്കാത്ത കോമൺ പീപ്പിളിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഡെത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പോമാണ്, അല്ലെങ്കിൽ അവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോമാണ് ഈ പറഞ്ഞ എൽജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു വർക്ക് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് റൈറ്റേഴ്സ്, ഒരുപാട് ക്രിട്ടിക്സ് വിശ്വസിക്കുന്നു. ശരിക്കും ഇദ്ദേഹത്തിന്റെ ഈ മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്കായിട്ടുള്ള എൽജി റിട്ടൺ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതിയിരിക്കുന്നു എന്ന് 1742 എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു പബ്ലിഷ് ചെയ്തതെന്ന് പറയുന്നത്, അദ്ദേഹം കുറച്ച് പബ്ലിഷ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ റിവിഷൻ ഒക്കെ ഒരുപാട് ചെയ്തിരുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1751 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ഇത് എഴുതപ്പെട്ടത് അതിന് വളരെ കുറച്ച് മുമ്പാണ് എന്നാണ് പല റൈറ്റേഴ്സും വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഈ നേച്ചർ കൊണ്ട് തന്നെ ഇങ്ങനെ റിവിഷനൊക്കെ ചെയ്തും പിന്നെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഡിലേ ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്, വളരെ സ്കിൽഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോമാണ് ഈ എലിജി എന്നുള്ളത് നമുക്ക് തോന്നും. അദ്ദേഹം തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഒത്തിരി ആൾക്കാർ അതിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പല കാര്യങ്ങൾ ഒരുപാട് റൈറ്റേഴ്സ് പിന്നീട് ഇങ്ങോട്ട് കോട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ തന്നെ വർക്ക്സിലും മറ്റുള്ള ഒരുപാട് റൈറ്റേഴ്സിലും ഒക്കെ. ഇപ്പം ദ പാത്സ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന ടൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും റൈറ്റേഴ്സ് പലയിടത്തും നമ്മൾ ഇപ്പോഴും പലപ്പോഴും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പലപ്പോഴും കോട്ട് ചെയ്യാറുള്ള ഒരു ഫ്രേസാണ് ഈ പാത്സ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. ഇതൊരു ആന്റി വാർ മൂവിയുടെ ടൈറ്റിലായിട്ട് വന്നിട്ടുണ്ട് 1957. വേൾഡ് വാറിനെ കുറിച്ചാണ്, വേൾഡ് വാർ 1 കുറിച്ച് ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസ് പിന്നീട് ഇങ്ങോട്ടും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല ഫ്രേസസും പിന്നീട് ഇങ്ങോട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന് പറയുന്ന ടൈറ്റിൽ നമ്മുടെ തോമസ് ഹാർഡി അദ്ദേഹത്തിന്റെ ഒരു നോവലിന് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ ഒരു എലിജിന്ന് തന്നെ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരു വർക്കിൽ നിന്ന് മാത്രം ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഇങ്ങോട്ട് ഫോളോവേഴ്സ് കോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ വർക്ക്സിന്റെ പേരായിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതുപോലെ ഒത്തിരി ഫ്രേസസും പറഞ്ഞ പോലെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറയുന്നത്. ഈ എലിജിയിൽ അദ്ദേഹത്തിന്റെ പോംസിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും
ഒക്കെയുള്ള ഒരു കുറേ അങ്ങനെയുള്ള കുറേ തീംസാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന വർക്കിലെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോമൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റൈം സ്കീം അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. ഈ എലിജി തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, എ ബി എ ബി എന്ന് പറഞ്ഞിട്ട് ഒരു റൈം സ്കീം അദ്ദേഹം ഇങ്ങനെ ത്രൂ ഔട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ 2 പിൻറ്റാരി കോഡ്സ് ആയിട്ടുള്ള ദ പ്രോഗ്രസ് ഓഫ് പോയസി ആൻഡ് ദ ബാർഡ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നതാണ്. അതിൽ പിൻറ്റാരി കോഡ്സ് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ശരിക്കും ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഈ പിൻറ്റാരിക് ഓഡ്സ് ഒക്കെ എഴുതപ്പെടുന്നത്. അല്ലാതെ സാധാരണ ഈ ഹൊറേഷ്യൻ ഓഡ്സിനെ പോലെ വളരെ കാമഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര റിഫ്ലെക്റ്റീവ് ആയിട്ടോ ഒന്നും അല്ല. അപ്പോൾ ആ ഒരു യൂസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിലൊക്കെ അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പം ഗ്രേക്ക് ഈ റൊമാൻറ്റിക് പോയറ്റ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെക്സ്ഡ് ആണ് ശരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രിഫേസസിൽ 1800-ലും 1802 എഡിഷൻസിൽ ശരിക്കും വേർഡ്സ്വർത്തും ആൻഡ് സാമുവൽ കോളറിഡ്ജിന്റെ ലിറിക്കൽ ബാലാഡ്സിൽ വേർഡ്സ്വർത്ത് ശരിക്കും പറയുന്നുണ്ട് ഗ്രേയെക്കുറിച്ച്. സോണറ്റ്സ് ഓഫ് ദ ഡെത്ത് ഓഫ് റിച്ചാർഡ് വെസ്റ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഇത് ഭയങ്കര ഒബ്ജക്ഷനബിൾ ഒരു പോയട്രിയാണ്, ഒബ്ജക്ഷനബിൾ ആണ് ഇൻ പോയട്രി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ റൈറ്ററിനെ കൺസിഡർ ചെയ്യുന്നത്, അതായത് തോമസ് ഗ്രേ എന്ന് പറയുന്ന റൈറ്ററിനെ, അദ്ദേഹം ശരിക്കും ഒരു അക്കാഡമിക് ടോപ്പിക്കാണ്. ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നതും, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നത്, അദ്ദേഹത്തെ വർക്കിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴും വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റൈറ്ററാണ് തോമസ് ഗ്രേ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ച് ആൾക്കാർ അനലൈസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ഗ്രീക്ക് ക്ലാസിക്സിൽ നിന്നും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു. ഈ ഒരു സിംഗിൾ പോയത്തിൽ തന്നെ, സിംഗിൾ എലിജി തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെൻ യു റീഡ് ദാറ്റ് എലിജി റിട്ടേൺ എ കൺട്രി ചർച്ച്, നമുക്ക് മനസ്സിലാവും എത്ര നല്ല രീതിയിലാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ മാൻ്റെ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരും അധികം സംസാരിക്കാത്ത ഒരു തീമാണ് കോമൺ മാനെ കുറിച്ച് എഴുതുക. ശരിക്കും ഒരു ഫേമസ് ആയ ആൾ മരിക്കുമ്പോൾ അയാളെക്കുറിച്ച് കവിത എഴുതും, അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും, സംസാരിക്കും. പക്ഷെ ഒരു സാധാരണക്കാരൻ്റെ മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആരും അറിയാത്ത, ഒരിക്കലും പോപ്പുലർ ആകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ എവിടെയോ ജനിച്ച് എങ്ങനെയോ മരിച്ചു പോയ സാധാരണക്കാരെ കുറിച്ചൊക്കെയുള്ള ഒരു പോയട്രി ഒരു റൈറ്റർ എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് നമുക്ക് തോന്നും. അപ്പോൾ തോമസ് ഗ്രേയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വവും അത് തന്നെയാണ്. അങ്ങനെയുള്ള തീംസും അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്നു. ശരിക്കും അദ്ദേഹം റിച്ചാർഡ് വെസ്റ്റിന്റെ മരണത്തിന് ശേഷമാണ് അത് എഴുതുന്നതെന്ന് പറയപ്പെടുന്നു. ശരിയാണത്. പക്ഷെ എന്നാലും അതിൽ ഈ പറഞ്ഞ സാധാരണക്കാരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു, അവരുടെ മരണത്തെക്കുറിച്ച് പറയുന്നു, അവരുടെ ലൈഫിനെ കുറിച്ച് പറയുന്നു, അവരും അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ലൈഫിൽ ഫേമസ് ആകേണ്ടിയിരുന്ന ആൾക്കാരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് ഭയങ്കര ഒരു നമുക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു തീം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.